ഹായ് ഫ്രണ്ട്സ്, ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു ടാപ്പോ ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറയുടെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. 1499 രൂപയിലാണ് ഈ ക്യാമറ വരുന്നത്. ഞാൻ ആക്ച്വലി 2 ക്യാമറ വാങ്ങിച്ചു. ഒന്ന് എൻ്റെ വീട്ടിൻ്റെ ഇൻറ്റീരിയർ യൂസിനും ഒന്ന് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെക്കാനായിട്ടാണ് വാങ്ങിയത്. ഇതാണ് ക്യാമറ. ടാപ്പോയുടെ C200 ആണ് മോഡൽ നെയിം വരുന്നത്. ഇതിൽ ആക്ച്വലി മോഷൻ ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് ഉണ്ട്, പേഴ്സൺ ഡിറ്റക്ഷൻ ഉണ്ട്, ബേബി കൈ ഡിറ്റക്ഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ അപ് ടു 40 feet ആണ് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞത് ടാപ്പോ C200 ആണ്. ഇതിൽ നമുക്ക് 360 ഡിഗ്രി ഹൊറിസോണ്ടൽ വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഫുൾ HD റെക്കോർഡിംഗ് സപ്പോർട്ടാണ്. ഓഡിയോ നമുക്ക് 2 way നമുക്ക് പോസിബിളാണ്. അതായത് നമുക്ക് അതിലോട്ട് കോൾ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. നൈറ്റ് വിഷൻ 850 mm ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വയർലെസ് പ്രോട്ടോക്കോൾ വരുന്നുണ്ട്. ഇൻപുട്ട് അഡാപ്റ്റർ വരുന്നത് നമ്മൾ നോർമൽ 240 volt തന്നെയാണ്. ഇത്രയാണ് ഇതിൻ്റെ സ്പെക് വരുന്നത്. ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നത് പേഴ്സൺ ഡിറ്റക്ഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ മോഡുണ്ട്, 2 way ഓഡിയോ ഉണ്ട്, ബേബി ക്രൈ മോഡുണ്ട്, നമുക്ക് SD കാർഡ് യൂസ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കസ്റ്റമൈസ് ബ്ലോക്ക് സോൺ ഏരിയ നമുക്ക് കിട്ടും, പിന്നെ HD വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്, പിന്നെ ഫീൽഡ് വ്യൂ ഉണ്ട്, 360 ഡിഗ്രി ഹൊറിസോണലാണ്, പിന്നെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് വരെ ഈ കമ്പനി നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അലക്സ സപ്പോർട്ടഡ് ആണ്. വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് അലക്സ നമുക്ക് ഫോൺ വഴി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 2 year വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ടോൾ ഫ്രീ കസ്റ്റമർ നമ്പറും പിന്നെ അവരുടെ ഇമെയിൽ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് 2 ക്യാമറയാണ് വാങ്ങിയത്. രണ്ടും സെയിം മോഡൽ തന്നെയാണ് ഞാൻ വാങ്ങിയത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ഒരു പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. ഒരു സ്പോഞ്ച് മെറ്റീരിയൽ കവറിങ് വെച്ചിട്ടുണ്ട്. ഇതിൽ യൂസർ മാനുവൽസ് അവൈലബിൾ ആണ്. വൈഫൈ കണക്ട് ചെയ്യുന്നതും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പവർ കേബിൾ ഡീറ്റെയിൽസും പിന്നെ SD കാർഡ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അതൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് വാൾ മൗണ്ടിങ് കിറ്റ് വരുന്നത്. ഇതിൽ ഒരു സ്റ്റിക്കറുണ്ട്. ഈ സ്റ്റിക്കർ നമുക്ക് എവിടെയാണ് മോൾഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഒട്ടിച്ചിട്ട് ആ കാണിക്കുന്ന ഈ പോയിന്റിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് വാൾ മൗണ്ട് ചെയ്യേണ്ടത്. ഇതോടൊപ്പം നല്ലൊരു ലെങ്ത്തുള്ള ഒരു ചാർജിങ് കേബിൾ നമുക്ക് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഇപ്പം ചാർജിങ് സോക്കറ്റിൽ നിന്നും അധികം ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കേബിൾ അധികം അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായി വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് ക്യാമറ. ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ ടാപ്പോ C200. നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഇതിൻ്റെ പവർ കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പവർ കേബിൾ കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ബാക്കിലാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ആക്ച്വലി ഇപ്പോൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. ഇത് ഓൺ ആകുമ്പോഴത്തേക്കും ക്യാമറയുടെ ബാക്കിലായിരിക്കും വരുന്നത്. താഴെ 3 ബുഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് വാൾ മൗണ്ട് ചെയ്യേണ്ട ആ ഒരു കിറ്റ്. അപ്പം അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സ്റ്റിക്കർ നമുക്ക് എവിടെയാണ് മോൾഡ് ചെയ്യേണ്ടത് അവിടെ ഒട്ടിച്ചിട്ട് ഈ 2 പോയിന്റിൽ സ്ക്രൂ ഡ്രിൽ ചെയ്തിട്ട് ഇത് കറക്റ്റ് മെഷർമെൻറ്റിലാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ വാളിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ തന്നെ യൂസ് ചെയ്ത് മൗണ്ട് ചെയ്യുക. സ്ക്രൂ മാറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ബൾജിങ് വന്നു കഴിഞ്ഞാൽ ക്യാമറ നമുക്കതിൽ സൂട്ടാവത്തില്ല. അപ്പോൾ ഈ സ്ക്രൂ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് ഇത് കയറ്റി ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വോളിൽ നമുക്ക് മൗണ്ട് ചെയ്യേണ്ടത്. നമുക്ക് താഴെ വെച്ചും യൂസ് ചെയ്യാം, വോളിൽ മൗണ്ട് ചെയ്തും യൂസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും വോളിൽ വയ്ക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആണ് സാധനം. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി പോരത്തില്ല. അപ്പോൾ നമുക്കിനി ഈ ക്യാമറ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആപ്പ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. പവർ കൊടുത്തു. ഇതാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത്, 2 way കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം ഒരു റെഡ് ലൈറ്റ് കത്തും.
പിന്നെ നമുക്ക് മൊബൈൽ ഓൾറെഡി ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടാപ്പോയുടെ ആപ്പ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ ഒരു ക്യാമറ എൻ്റെ കാർ പോർച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഈ കാണിക്കുന്നത്. അതിൽ കാണിക്കുന്ന ഒരു ക്യാമറ. ഇതാണ് ക്യാമറയുടെ വ്യൂ. ഇതെൻ്റെ ഗാരേജാണ്. കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ഈ ക്യാമറ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആഡ് ഡിവൈസ് കൊടുക്കുക. അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ടത് സെയിം വൈഫൈയിൽ നമ്മുടെ മൊബൈലും ക്യാമറയും കണക്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യാമറയുടെ മോഡൽ സെലക്ട് ചെയ്യുക. ടാപ്പോ 200 C200 അത് കണക്ട് ചെയ്യുക. റെഡും ഗ്രീനും ബ്ലിങ്ക് ചെയ്ത് കത്തുന്നുണ്ട്. അപ്പോൾ കണക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണക്ട് ചെയ്യുക. കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആയതിനു ശേഷം ക്യാമറയുടെ ഏകദേശമുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി നല്ല ക്ലാരിറ്റിയിലാണ് കിട്ടുന്നത്. നമുക്ക് ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നമുക്ക് ക്ലാരിറ്റി അറിയാൻ പറ്റത്തില്ല. നല്ല HD ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ക്യാമറ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് 360യും വെർട്ടിക്കലായിട്ട് 120 ഡിഗ്രിയുമാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ക്യാമറ നമുക്ക് ഇങ്ങനെ ജോയ്സ്റ്റിക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ ഫിക്സ് ചെയ്താലും. അതുപോലെ തന്നെ ഇതിലിപ്പം ഇത് മോഷൻ ഡിറ്റക്ഷനാണ് ഡിറ്റക്ട് ചെയ്തത്. എൻ്റെ കൈ അനക്കിയപ്പോഴത്തേക്ക് ആ മോഷൻ ഡിറ്റക്ഷൻ വന്നതാണ്, നോട്ടീസ് വന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര ടൈമും അതിൽ മെൻഷൻ ചെയ്ത്, ഇപ്പോൾ രാത്രി എന്തെങ്കിലും ഒരു മോഷൻ ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രാവിലെ ആ ടൈമിൽ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. നമ്മൾ മെമ്മറി കാർഡ് ഇടുവാണെങ്കിൽ നമുക്ക് ആ ടൈം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്തതിൽ നമുക്ക് ഇവരുടെ iCloud നമുക്ക് പർച്ചേസ് ചെയ്ത് അതിൽ നമുക്ക് സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം, ഇപ്പം ഞാൻ ഓൾറെഡി 2 ക്യാമറയാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്യാമറയാണ്. ഇത് ആദ്യത്തെ ക്യാമറ. ഒരു ക്യാമറ ഞാൻ പുറത്തും ഒരു ക്യാമറ വീണ്ടും അകത്തുമാണ് ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത്. ഇതിൽ ഈ 1/36 കാണാമോ? ഇപ്പോൾ 2/36, അതായത് 36 ക്യാമറ നമുക്ക് ഒരു ആപ്പിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 ക്യാമറയാണ് 2 മാത്രം കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതുപോലത്തെ 36 ക്യാമറ സിംഗിൾ ആപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ക്യാമറാസ് എല്ലാം ഇങ്ങനെ നമുക്ക് എല്ലാം എടുത്ത് ക്വിക്കായി വ്യൂ ചെയ്യാൻ പറ്റും. അത് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ലൈവായിട്ട് നമുക്കത് സ്ട്രീം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഒരു വീട്ടിൽ നമുക്കൊരു 8-9 ക്യാമറ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഒറ്റ സിംഗിൾ ആപ്പിൽ നമുക്ക് ലോകത്ത് എവിടെ പോയാലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് 2-way കോളിംഗ് ആണ്. ഇപ്പോൾ ഞാൻ അതിലോട്ട് കോൾ ചെയ്യുവാണ്. കോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടാപ്പോയുടെ ഹോം സെക്യൂരിറ്റി വൈഫൈ ടാപ്പോ Z200 ക്യാമറ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഈ ഫ്രണ്ടിലാണ് നമുക്ക് മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ബ്ലാക്ക് പോർഷൻ ആയതുകൊണ്ട് അത്രയ്ക്ക് വിസിബിലിറ്റി ആയിരിക്കത്തില്ല. അപ്പം ഇതാണ് മെമ്മറി കാർഡ് കണക്ട് ചെയ്യുന്നൊരു സ്ലോട്ട് വരുന്നത്. അപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തൊരു വ്യൂ കൂടെ നിങ്ങൾക്ക് കാണിക്കാം.